ഒരു ചിത്രത്തിലെ എല്ലാ ഗാനങ്ങളും ഹിറ്റാവുക എന്നുള്ളതൊരു വളരെ അപൂർവമായ കാര്യമാണ്. ഒരു 2-3 പാട്ടൊക്കെ ചിലപ്പോൾ ഹിറ്റാവും, 2-3 ഹിറ്റാവാതെ പോവും, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ ഉദ്യോഗസ്ഥ എന്ന ചിത്രത്തിലെ എല്ലാ ഗാനങ്ങളും ഹിറ്റായിരുന്നു. എഴുതിയതാരാണ് സുജാത എന്ന പോലെ തന്നെ ഈക്വലി ഹിറ്റായിരുന്നു ദാസേട്ടൻ സോളോ ആയിട്ട് പാടിയ കളിചിരി മാറാത്ത പെണ്ണെ എന്നുള്ളത്. രണ്ടിൻ്റെയും ഏകദേശം ഒരു ഫോർമേഷൻ ഏകദേശം ഒന്നായിട്ട് നമുക്ക് തോന്നാമെങ്കിലും എഴുതിയതാരാണ് സുജാത, കളിചിരി മാറാത്ത പെണ്ണെ എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരേ ഫോർമേഷനായിട്ട് ഫീൽ ചെയ്യും. പ്രശസ്തനായ പല ഗായകരുടെയും, ഈവൻ ദാസേട്ടൻ്റെ അടക്കം പല ഗായകരുടെയും ആദ്യത്തെ ഗാനം റെക്കോർഡ് ചെയ്ത പ്രശസ്തനായ റെക്കോർഡിസ്റ്റ് കണ്ണൻ, രേവതി കണ്ണൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. രേവതി സ്റ്റുഡിയോയിലായിരുന്നു അദ്ദേഹം. പിന്നീട് അദ്ദേഹം ഭരണി സ്റ്റുഡിയോയിലേക്ക് മാറുകയുണ്ടായി. കണ്ണൻ സാറ് റെക്കോർഡ് ചെയ്ത മനോഹരമായൊരു ഗാനമാണ് ഈ കളിചിരി മാറാത്ത പെണ്ണെ എന്നുള്ള ഗാനം. കളിചിരി മാറാത്ത പെണ്ണേ കവിളിണ ചുവന്നിട്ടും കടമിഴി കറുത്തിട്ടും, കവിളിണ ചുവന്നിട്ടും കടമിഴി കറുത്തിട്ടും കളിചിരി മാറാത്ത പെണ്ണേ. മലരമ്പനായിരം മണിവില്ലൊടിഞ്ഞല്ലോ, കവിളത്ത് മഴവില്ല് വിരിഞ്ഞല്ലോ. മലരമ്പനായിരം മണിവില്ലൊടിഞ്ഞല്ലോ, കവിളത്ത് മഴവില്ല് വിരിഞ്ഞല്ലോ. മധുരിത ജീവിതമാകന്തവനികയിൽ മധുമാസ പുലർകാലമണഞ്ഞല്ലോ. മധുരിത ജീവിതമാകന്തവനികയിൽ മധുമാസ പുലർകാലമണഞ്ഞല്ലോ. കളിചിരി മാറാത്ത പെണ്ണേ കവിളിണ ചുവന്നിട്ടും കടമിഴി കറുത്തിട്ടും കളിചിരി മാറാത്ത പെണ്ണേ. ആ കാലഘട്ടത്തിലുള്ള അക്ഷര നിബദ്ധമായ അർത്ഥസമ്പുഷ്ടമായ ഗാനങ്ങളുടെ പ്രചോദനം ആ സംവിധായകന്മാരുടെ ഒരു പ്രതിഫലനമായിരുന്നു എന്നുള്ളത് സത്യമാണ്. കടമിഴിത്തടാകത്തിൽ കരിമീനിളകിയല്ലോ, അധരത്തിൽ തേനലകൾ തുളുമ്പിയല്ലോ. കടമിഴിത്തടാകത്തിൽ കരിമീനിളകിയല്ലോ, അധരത്തിൽ തേനലകൾ തുളുമ്പിയല്ലോ. മലരിതൾ പോലുള്ള മനസ്സിനകത്തു നിന്നു അനുരാഗ സംഗീതമുതിർന്നല്ലോ. മലരിതൾ പോലുള്ള മനസ്സിനകത്തു നിന്നും അനുരാഗ സംഗീതമുതിർന്നല്ലോ. കളിചിരി മാറാത്ത പെണ്ണേ കവിളിണ ചുവന്നിട്ടും കടമിഴി കറുത്തിട്ടും, കവിളിണ ചുവന്നിട്ടും കടമിഴി കറുത്തിട്ടും കളിചിരി മാറാത്ത പെണ്ണേ, കളിചിരി മാറാത്ത പെണ്ണേ. വിരുന്നുകാരി എന്നുള്ള പടം വന്നു. അതിലും ബാബുരാജും ഭാസ്കരൻ മാഷാണ് ഗാനങ്ങൾ എഴുതിയത്. ഭാസ്കരൻ മാഷയുടെ അതിമനോഹരമായ ഗാനം ഇതേ ജയചന്ദ്രൻ തന്നെ പാടി, ബാബുരാജ് തന്നെ അത് മ്യൂസിക് ചെയ്തു. അന്ന് പറഞ്ഞ അതേ ബാബുരാജ് തന്നെ വസന്ത സദനത്തിൻ വാതായനങ്ങളിലെ വനപുഷ്പരാജകുമാരികളെ എന്ന് പറയുന്ന മനോഹരമായ ഗാനം മധുവും ജയഭാരതിയാണ് അഭിനയിച്ചത്. ആ പാട്ടും നന്നായിട്ട് പോയി. വസന്ത സദനത്തിൻ വാതായനങ്ങളിലെ വനപുഷ്പരാജകുമാരികളെ, മത്സരിക്കേണ്ട സൗന്ദര്യ മത്സരത്തിൽ മത്സരിയോടിന്ന് നിങ്ങളാരും. വസന്ത സദനത്തിൻ വാതായനങ്ങളിലെ വനപുഷ്പരാജകുമാരികളെ. മന്മഥപുരിയിലെ
മതിരോത്സവത്തിലെ മഞ്ജു നർത്തകിമാരെ നിങ്ങൾ, മന്മഥപുരിയിലെ മതിരോത്സവത്തിലെ മഞ്ജു നർത്തകിമാരെ നിങ്ങൾ, കണ്ണൊന്നടയ്ക്കുമോ സഖിക്കൂ ഞാനൊരു സമ്മാനം കൊടുത്തോട്ടെ, ഞാനൊരു സമ്മാനം കൊടുത്തോട്ടെ. വാസന്ത സദനത്തിൻ വാതായനങ്ങളിലെ വനപുഷ്പരാജ കുമാരികളെ, ഇത് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ചെറിയ സൗന്ദര്യ പിണക്കത്തിന് ശേഷം ഭാസ്കര മാസ്റ്ററും ബാബുരാജും കുറച്ചു കാലം ഒന്നിച്ച് സിനിമകൾ ചെയ്യാതിരുന്നു. ആ ഒരു ചെറിയ സൗന്ദര്യ പിണക്കത്തിന് ശേഷം ഇവർ രണ്ടുപേരും വേണുവിൻ്റെ നിർബന്ധപ്രകാരം ഒന്നിക്കുന്നതായിരുന്നു വിരുന്നുകാരി എന്ന ചിത്രത്തിൽ. അങ്ങനെയാണ് വേണുവിൻ്റെ ഇഷ്ടഗായകരായ ജയചന്ദ്രൻ പാടി, ഭാസ്കര മാസ്റ്റർ എഴുതി, ബാബുരാജ് കമ്പോസ് ചെയ്ത ഇത്രയും മനോഹരമായൊരു ഗാനം നമുക്ക് ലഭിച്ചത്. വള്ളിക്കുടിലും വനവീഥി തന്നിലും സല്ലപിക്കാൻ വന്നവർ ഞങ്ങൾ, വള്ളിക്കുടിലും വനവീഥി തന്നിലും സല്ലപിക്കാൻ വന്നവർ ഞങ്ങൾ, എവിടെ തിരിഞ്ഞാലും നിൽക്കുന്നു നിങ്ങൾ, എങ്ങനെ സല്ലപിക്കും ഞങ്ങൾ, എങ്ങനെ സല്ലപിക്കും. വാസന്ത സദനത്തിൻ വാതായനങ്ങളിലെ വനപുഷ്പരാജ കുമാരികളെ, മത്സരിക്കേണ്ട സൗന്ദര്യ മത്സരത്തിൽ മത്സരിയോടിന്ന് നിങ്ങളാരും. വാസന്ത സദനത്തിൻ വാതായനങ്ങളിലെ വനപുഷ്പരാജ കുമാരികളെ.